എത്ര പെട്ടെന്നല്ലേ നോമ്പ് കടന്നു പോകുന്നത്. അപ്പോൾ നോമ്പ് 10 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഹെവി ആയിട്ടുള്ള ഫുഡാണ് തോന്നിയതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അരി അരച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ദോശ ഇട്ട് എടുക്കൂലേ. അപ്പോൾ തേങ്ങ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴുകിയിട്ട് അതും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൂള വെച്ചിട്ട് ഇസ്റ്റു പോലെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വറവിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ ചിക്കനൊക്കെ വെച്ചൊരു സ്നാക്കും ഉണ്ടാക്കി. അതേപോലെ പക്കോടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ച മാങ്ങ വെച്ചിട്ട് ജ്യൂസും അടിച്ചിട്ടുണ്ടായിരുന്നു. പച്ച മാങ്ങ വിചാരിച്ച് കട്ട് ചെയ്ത കേട്ടോ, പക്ഷേ യെല്ലോ കളർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. രാത്രിക്കുള്ള ചോറിനുള്ള വെള്ളവും വെച്ച് കൊടുത്തു. അതേപോലെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദോശ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും വിചാരിക്കുന്ന സംഭവമാണ് എന്ത് എണ്ണക്കടി ഉണ്ടാക്കില്ല എന്നുള്ളത് കേട്ടോ. പക്ഷെ തണുത്ത വെള്ളത്തേക്ക് എരിവുള്ളൊരു സ്നാക്ക് ഇല്ലെങ്കിൽ വെള്ളമേ എനിക്ക് തൊടാൻ തോന്നില്ല. അപ്പോൾ ആ കുട്ടികൾക്കും തന്നെ എനിക്കും തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്ന് റമദാൻ കരീം ആശംസിക്കുന്നു. അതേപോലെ അടുത്തൊരു വീഡിയോ